CMR എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ ഇ ഡി അന്വേഷണം CMRന് തിരിച്ചടി എന്നുള്ളതാണ്. ഇ ഡി അന്വേഷണം നിർത്തിവെക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി എന്നുള്ളതാണ് ആ വാർത്ത. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, ഈ കേസിൻ്റെ ഒരുപക്ഷെ അതിന് മുന്നോട്ടേക്ക് നോക്കിയാൽ കഴിഞ്ഞ കുറേ 1-2 വിധികളെങ്കിലും CMRന് അനുകൂലമായി വന്നിരുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. എന്തായാലും ഇതിൽ തിരിച്ചടി ഉണ്ടാവുന്നുണ്ട്. ഇ ഡി അന്വേഷണം അക്കാര്യത്തിൽ തുടരാം എന്നാണ് കോടതി പറയുന്നത്. വിഷ്ണു, ഹാഷ്മി, CMRലിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. CMR ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ഇത്തരത്തിലുള്ള ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ അന്വേഷണം തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് കോടതി പോയിരുന്നു. അതായത് CMRൽ ഉന്നയിച്ചത് തങ്ങൾക്കെതിരെ നടക്കുന്നത് അടിസ്ഥാനരഹിതമായ അന്വേഷണമാണ്, രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ്, അകാരണമായി ഇ ഡി ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കുന്നു, മണിക്കൂറുകളോളം വിളിച്ച് ഇ ഡി ചോദ്യം ചെയ്യാനൊക്കെ വിളിച്ച് അവിടെ ഇരുത്തുകയാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ കേവലമായ മെറിറ്റൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് SFIO പോലുള്ള ഒരു ഏജൻസി ഇത് അന്വേഷിച്ച് ഓൾറെഡി ചില കണ്ടെത്തലുകളിലേക്ക് എത്തിയതാണ്. പിന്നീട് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നതിൽ രാഷ്ട്രീയ പ്രേരിതമായ നടപടി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് CMRൽ ഉന്നയിച്ചത്. പക്ഷേ CMRലിന്റെ വാദം ഇപ്പോൾ കോടതി പരിഗണയ്ക്ക് എടുക്കുന്നില്ല. CMRലിന്റെ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇ ഡിക്ക് മാസപ്പടി കേസിൽ അന്വേഷണം തുടരാം എന്ന് വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി പറയുകയാണ്. അത് CMRലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. CMRൽ കമ്പനിയും ജീവനക്കാരും നൽകിയ ഹർജിയാണ് തള്ളിയത്. നേരത്തെ ഈ ഇ ഡി ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CMRലിന്റെ പ്രധാനപ്പെട്ട ജീവനക്കാരെയൊക്കെ വിളിച്ചു വരുത്തുകയും അവരുടെ രേഖകൾ ഹാജരാക്കാനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. മണിക്കൂറുകളോളം അവിടെ പിടിച്ചിരുത്തുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ ജീവനക്കാർ ഇ ഡി അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് CMRലിന് തിരിച്ചടി ഏൽക്കേണ്ടി വരുന്നു. മാസപ്പടി കേസിൽ സുഗമമായി തന്നെ ഇനി ഇപ്പോൾ ഇ ഡി അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എക്സാലോജിക് അടക്കമുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMR അല്ലെങ്കിൽ എക്സാലോജിക് കമ്പനിക്ക് CMRൽ നൽകിയ തുകയുടെ സ്രോതസ് കണ്ടെത്തണം എന്നുള്ളതായിരുന്നു ഇ ഡിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല ഇ ഡിക്ക് ഈ പറഞ്ഞ കമ്പനിക്കെതിരെ വേറെയും പരാതികളുണ്ട്. 103 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതി സമർപ്പിച്ചതാണ്. തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്നുള്ളതായിരുന്നു ഇ ഡി നിഗമനം. ഇനിയിപ്പോൾ അതിലേക്ക് അന്വേഷണം പോകുമോ, കൂടുതൽ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകുമോ, മറ്റൊരു വലിയ അന്വേഷണത്തിന് തുടക്കമാവുന്നതാണോ ഇന്നത്തെ ഉത്തരവ്? വിഷ്ണു, ഹാഷ്മി, ഉറപ്പായും നേരത്തെ ഈ കോടതി ഉത്തരവ് ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം താൽക്കാലികമായി ബ്രേക്ക് ഡൗൺ ആയിരുന്നു, അതായത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു കോടതി. പക്ഷേ നിലവിലിപ്പോൾ ഈ ഉത്തരവ് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ, അതായത് ഇ ഡിക്ക് അന്വേഷണം തുടരാം എന്ന് കോടതി ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും എക്സാലോജിക്കിലേക്കും അതോടൊപ്പം തന്നെ ഈ CMRലിന്റെ മറ്റ് ക്രമക്കേടിലേക്കും ഇ ഡിയുടെ അന്വേഷണം പോകും. അത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന കാര്യത്തിലും ഒരു തർക്കമില്ല. നേരത്തെ തന്നെ വീണ വിജയൻ അടക്കമുള്ള ആളുകളെ ഇ ഡി ചോദ്യം ചെയ്തേക്കും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് അന്വേഷണം തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് ഹൈക്കോടതിയുടെ നിലപാട് പോയത്. പക്ഷേ ഇനിയിപ്പോൾ ഇ ഡിക്ക് മുൻപിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ അല്ലെങ്കിൽ അത്തരം ആവശ്യമെങ്കിൽ ഉറപ്പായും അവർ വിളിപ്പിക്കും, അതിലൊരു തർക്കവും വേണ്ട. ഒപ്പം തന്നെ CMRലിന്റെ മറ്റ് ക്രമക്കേടുകൾ, 103 കോടി രൂപയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും അതോടൊപ്പം ഈ എക്സാലോജിക്കിന് പണം നൽകിയതുപോലെ തന്നെ മറ്റ് ആളുകൾക്കും ഈ ഇത്തരത്തിൽ പണം CMRലിന്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. ആ ഡയറിയിൽ നിന്ന് വ്യക്തമാണ്, SFIO അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും ആ അന്വേഷണത്തിലേക്കും ഇ ഡിക്ക് ഇനി സുഗമമായി തന്നെ കടക്കാം. അത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ കാര്യവും CMRലിനെ സംബന്ധിച്ചും എക്സാലോജിക്കിനെ സംബന്ധിച്ചും ഒരു വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ ഇ ഡിയുടെ അന്വേഷണം ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒന്നായിരുന്നു ഈ CMRലുമായി ബന്ധപ്പെട്ട ഇ ഡി നടത്തിക്കൊണ്ടിരുന്ന അന്വേഷണം. അതിൻ്റെ പരിശോധനകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഏലൂരും അതോടൊപ്പം ആലുവയിലും ഒക്കെ ഉള്ള CMRലിൻ്റെ ഓഫീസിൽ ഇ ഡി വ്യാപകമായി പരിശോധനയൊക്കെ നടത്തി നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ അതിൻ്റെ രേഖകളൊക്കെ ശേഖരിച്ച അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് CMRൽ ജീവനക്കാരും കമ്പനിയും ഇത്തരത്തിലൊരു ഹർജി, അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ആ ഹർജി പക്ഷേ ഇപ്പോൾ നിലനിൽക്കില്ല. ആ ഹർജി തള്ളിയിരിക്കുന്നു. ഇ ഡിക്ക് അന്വേഷണം തുടരാം. അതിനിപ്പോൾ എക്സാലോജിക്കിലേക്കും മാത്രമാണോ, അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആ ഡയറിയിൽ കുറേയേറെ ആളുകളുടെ പേരുകളുണ്ട്, ആ പേരുകളിലേക്കൊക്കെ എത്തുമോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അങ്ങോട്ടേക്ക് എത്തുന്നതിന് മറ്റ് തടസ്സങ്ങൾ, നിയമപരമായി ഒരു തടസ്സവും ഇനി ഇ ഡിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അപ്പീലുമായി മുന്നോട്ട് പോയാൽ മാത്രമേ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി വരാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ CMRൽ അത്തരം നടപടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല. ഹാഷ്മി, വിഷ്ണു, ഈ CMRൽ കമ്പനി ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി എന്നുകൂടി ഇ ഡിക്ക് ഒരു നിഗമനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കൂടുതൽ രേഖകൾ പിടിച്ചെടുക്കേണ്ടി വരികയും കൂടുതൽ ഉദ്യോഗസ്ഥരെ അതിനകത്ത് തന്നെ ചോദ്യം ചെയ്യേണ്ടി വരികയും, നേരത്തെ വിഷ്ണു പറയുന്ന പോലെ എക്സാലോജിക്കിലെ അടക്കം ഉടമസ്ഥരെയും ഒക്കെ അതിൻ്റെ ബാക്കി ആൾക്കാരെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ആരായും ഒക്കെ ഇ ഡിക്ക് ചെയ്യേണ്ടി വരും. അറിയേണ്ടത് ഇ ഡി സത്വരമായി വളരെ വേഗതയിൽ ആ അന്വേഷണത്തിലേക്ക് പോവോ എന്നുള്ളതാണ്. വിഷ്ണു,
ഉറപ്പായും വളരെ വേഗം തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അന്വേഷണം ബ്രേക്ക് ഡൗൺ ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം കോടതിയുടെ ഇടപെടലാണ്. നേരത്തെ ഈ CMRLന്റെ ഉടമയടക്കം നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു, വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ അതിന്റെ അന്വേഷണം ശശീരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുക, ആ പ്രദേശത്ത് വീട്ടിലും അതോടൊപ്പം തന്നെ ഓഫീസിലുമൊക്കെ വിശദമായ പരിശോധന നടത്തി. അതായത് അതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ താൽക്കാലികമായി അന്വേഷണം തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് വന്നത്. അതാണ് ഈ അന്വേഷണം ബ്രേക്ക് ഡൗൺ ആകാനുള്ള കാരണം. പക്ഷേ നിലവിൽ ആ ഉത്തരവ് കോടതി തന്നെ പിൻവലിച്ച് EDക്ക് അന്വേഷണം തുടരാം, സുഗമമായ അന്വേഷണം തുടരാം. അതിലെന്തൊക്കെയാണ് EDക്ക് അനുകൂലമായ ഘടകങ്ങളെന്ന് വ്യക്തമാകണമെങ്കിൽ അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ EDയെ സംബന്ധിച്ച് ആശ്വാസമാണ്, അന്വേഷണവുമായി മുന്നോട്ട് പോകാം. സ്വാഭാവികമായും ഈ മറ്റു ആളുകൾക്ക്, അതായത് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ED പണം കൈമാറിയ മറ്റ് കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയൊക്കെ ED വിവരം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ തന്നെ അത്തരം അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ അന്വേഷണത്തിന് ബ്രേക്ക് ഡൗൺ ആയ പശ്ചാത്തലത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിലച്ച മട്ടിലേക്ക് പോയത്. പക്ഷേ ഇനി സ്വാഭാവികമായും ED അന്വേഷണം ഫുൾ ഫ്ലെഡ്ജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.